ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന വിജയസാധ്യത കൽപ്പിക്കുന്ന മണ്ഡലങ്ങളാണ് പാലക്കാടും ആലത്തൂരും. വർഷങ്ങളോളം CPMന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം കഴിഞ്ഞ തവണ കോൺഗ്രസ് വലിയൊരു അട്ടിമറി നടത്തി അവരുടെ കൈകളിലേക്ക് എത്തിച്ചതാണ്. ഇത്തവണയും വലിയ രീതിയിലൊരു വിജയസാധ്യതയാണ് കോൺഗ്രസ് ഈ രണ്ട് മണ്ഡലങ്ങളിലും കാണുന്നത്. എനിക്കൊപ്പം ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ A. തങ്കപ്പനുണ്ട്. ഇത്തവണ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? 100% ഇവർ രണ്ട് തന്നെയാണ് ഇവിടുത്തെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ. പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്. ഈ പാലക്കാടും ആലത്തൂരും അന്ന് കനകലൊക്കെ വന്ന സമയത്ത് വലിയ രീതിയിൽ നെഗറ്റീവ് ആലത്തൂരിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ ആലത്തൂർ MPയെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ടും രമ്യ ഹരിദാസുമായി മുന്നോട്ട് പോകുക എന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെ എത്തുകയാണോ? അത് നിങ്ങളുടെ അഭിപ്രായമാണ്. കനകോലും അങ്ങനെ പറഞ്ഞിട്ടില്ല, അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് ആരോ ഉണ്ടാക്കിയ പരിപാടിയാണ്. അങ്ങനെ സംഭവമൊന്നുമില്ല. ആ കുട്ടിയും ആലത്തൂർ നിയോജകമണ്ഡലത്തിലും 4 നിയോജകമണ്ഡലത്തിൽ ആലത്തൂർ പാലക്കാട് വരുന്ന 4 നിയോജകമണ്ഡലത്തിലും ജനഹൃദയങ്ങളിൽ ഓടി നടക്കുകയാണ്. അത് കഴിഞ്ഞ വർഷത്തെക്കാളും ഞാൻ അവരുടെ ചെയർമാനായിരുന്ന ആളാണ്. കഴിഞ്ഞ വർഷക്കാലം ജനങ്ങൾ അവർക്ക് അനുകൂലമാണ്, UDF അനുകൂലമാണ്. അതാണ് മെയിൻ കേസ്. ഈ 2 MPമാരും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കണ്ടതിനേക്കാൾ കൂടുതൽ ജനസമ്മതി ഉണ്ടാക്കിയെടുത്തു എന്നാണോ ഈ 5 വർഷം കൊണ്ട്? ഒരു സംശയം വേണ്ട. കഴിഞ്ഞ വർഷം ശ്രീകണ്ഠന് കിട്ടിയതിൻ്റെ ഒരു 4 ഇരട്ടി വോട്ട് കൂടുതൽ ശ്രീകണ്ഠൻ ജയിക്കും. അതുപോലെ തന്നെയാണ് രമ്യ ഹരിദാസ്. ഒരു തർക്കമില്ല. ഈ AV ഗോപിനാഥിൻ്റെ വിഷയം അവിടെ നിൽക്കുന്നുണ്ട്. AV ഗോപിനാഥ് CPMനെ പിന്തുണയ്ക്കുമെന്ന് ഒരു അവ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോഴും ആലത്തൂരിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. വ്യക്തമാക്കട്ടെ. അപ്പോൾ ഞാൻ പറയാം, ഈ അവ്യക്തത മാറ്റിയിട്ട് അദ്ദേഹം ഒരു വ്യക്തമാക്കിയാൽ എവിടെ വരും എന്നുള്ളത്, ജനങ്ങൾ എവിടെ നിൽക്കുന്നുള്ളത് പറയാം. ജനങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെയാണ് അവിടെ. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, അദ്ദേഹം കോൺഗ്രസ്സുകാരിടുന്നു. അദ്ദേഹം എല്ലാത്തിനും നിലപാടെടുക്കുമ്പോൾ അപ്പോൾ ജനങ്ങൾ എവിടെ നിൽക്കുന്നു. എന്തൊക്കെയായിരിക്കും കോൺഗ്രസ് ഇത്തവണ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ വിഷയങ്ങൾ പറയേണ്ട എല്ലാം ഇപ്പം അങ്ങോട്ട് പറയണ്ട, ജനങ്ങൾ ഇങ്ങോട്ട് വോട്ട് ചെയ്യാൻ റെഡിയായി നിൽക്കുകയാണ്. കാരണം ഈ 2 ഗവൺമെൻറ്റും കൊണ്ടും ജനദ്രോഹ നടപടിയാണ്. അതുകൊണ്ട് മടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന കൂടുതലും ഈ CPMൻ്റെ പ്രവർത്തകരാണ് കോൺഗ്രസ് അനുകൂലമായി വോട്ട് ചെയ്യുക. അത്ര വെറുത്തിരിക്കുന്നു. തുടർ ഭരണം കൊടുത്തതുകൂടി അവർക്ക് മനസ്സിലായി കമ്മ്യൂണിസം ഭരണം നശിച്ചു പോയിരിക്കുന്നു. ഇനി തുടർന്നാൽ അത് അവർക്ക് പോലും അത് സ്ഥിതി വളരെ മോശമായിട്ട് പോകും എന്നുള്ളത് കൊണ്ട് തന്നെ CPMൻ്റെ പ്രവർത്തകർ പോലും ഇങ്ങോട്ട് വോട്ട് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം CPMൻ്റെ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യമാണ്, ഈ വിഭാഗീയത കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗീയത ഉണ്ട്. അത് ഇത്തവണ കോൺഗ്രസിന് പാലക്കാടും ആലത്തൂരും തിരിച്ചടി ആകും എന്നൊരു കാര്യം. അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടോ കോൺഗ്രസിന്? ഇതിൽ ഒരു വിഭാഗീയത സ്വയം ഉണ്ടാക്കുക എന്നല്ല, ഞങ്ങൾ തമ്മിൽ ഒരു വിവാദം പാർട്ടിയിൽ ഇപ്പോൾ ഇല്ല. നേരത്തെ ഉണ്ടാകുന്ന എന്തെങ്കിലും അഭിപ്രായം, ഇത് വിശാലമായിട്ടുള്ള പാർട്ടിയാണ്. ആർക്കും അഭിപ്രായം പറയും, അത് കേൾക്കുകയും അത് പരിഹരിക്കുകയും ചെയ്യുന്ന പാർട്ടി. ഇപ്പോൾ ദൈവം സഹായിച്ചിട്ട് ഒരു വിഭാഗം ഇത് പാലക്കാട് ജില്ലയിലില്ല, കേരളത്തിലുമില്ല. ഈ 2 മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് തന്നെയാണ് ഈ 2 സ്ഥാനാർത്ഥികളിലൂടെ 100% വിജയിക്കുന്നതാണ്. അതുമാത്രമല്ല ഇരട്ടി വോട്ടിൽ വിജയിക്കും. എണ്ണിക്കഴിയട്ടെ. ഇരട്ടി വോട്ടിന് ശ്രീകണ്ഠൻ ഇന്ന് സത്യത്തിൽ 5 വർഷത്തിനിടയിൽ എല്ലാ ജനങ്ങളും നോ എന്ന് പറയാത്തൊരു MPയാണ്. ഒരു കാര്യം പറഞ്ഞാൽ നോ ആർക്കും, പത്രക്കാർക്ക് പറയാം, ആർക്ക് പോയാൽ നോ എന്ന് പറയില്ല. പറ്റുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും കൊറോണയൊക്കെ ഉണ്ടായിട്ട് പോലും ആ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ് നിർത്തിയിട്ട് പോലും എവിടെ നിന്നൊക്കെയോ സംഘടിപ്പിച്ച് ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിയ MPയാണ്. അത് തന്നെയാണ് അവരും. CPM ഇത്തവണ ഈ പാലക്കാട്ടെയും ആലത്തൂരും അവരുടെ മുതിർന്ന നേതാക്കളെ തന്നെ ഇറക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. പാലക്കാട്ടേക്ക് AV ജയരാഘവൻ്റെ പേര് വരുന്നു, ആലത്തൂരിൽ AK ബാലൻ്റെ വരുന്നു, K രാധാകൃഷ്ണൻ വരുന്നു. ഒരു ഭയമില്ലേ കോൺഗ്രസ്സിന്? അവർക്ക് ആളില്ലാതെ കൊണ്ട് തപ്പി നടക്കുകയാണല്ലോ. ഇവർക്കെതിരെ 2 പേർക്കെതിരെ മത്സരിക്കാൻ പറ്റിയ ആളില്ല CPMന്. അത് കാരണം തപ്പി നടക്കുക. അത് ആരോ പറഞ്ഞോട്ടെ, ആര് വന്നാലും അത് നേരിടാനുള്ള കരുത്തിൽ പാർട്ടിക്കുണ്ട്. നല്ല മിടുക്കരായ 2 സ്ഥാനാർത്ഥികളാണ്. ഏതായാലും ഇത്തവണയും VK ശ്രീകണ്ഠനും രമ്യ ഹരിദാസും തന്നെയായിരിക്കും പാലക്കാടും അതുപോലെ തന്നെ ആലത്തൂരും മത്സരിക്കുക എന്നൊരു കാര്യം. അതുപോലെ തന്നെ ഈ 2 മണ്ഡലങ്ങളിലും വലിയ ഭൂരിപക്ഷത്തിൽ ഈ 2 സ്ഥാനാർത്ഥികളും ജയിക്കും എന്നൊരു പ്രതീക്ഷയാണ് പാലക്കാട്ടെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ പങ്കുവയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയരാജനൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.